കോൺഗ്രസിന്റെ ഭാവി നീക്കങ്ങൾ തീരുമാനിക്കാനുള്ള വിശാല പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ പുരോഗമിക്കുകയാണ്. ബിജെപിയെ നേരിടാൻ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് പ്രമേയം. ജില്ലാ അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകും. ജാതി സെൻസസിലൂടെ സാമൂഹ്യ നീതി ശക്തിപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഈ ഭാവി നീക്കങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? പ്രവിത, ഇപ്പോൾ CWC യോഗം, പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഈ യോഗം നടന്ന ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് നടന്നത് അത് DCCകളുമായി ബന്ധപ്പെട്ടാണ്. DCCകളെ, അതായത് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള നേതൃത്വത്തെ അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. മാത്രമല്ല DCCകൾക്ക് കൂടുതൽ അധികാരം നൽകണം. DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഒരു കരടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ച ചെയ്തത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന അടക്കം DCC പ്രസിഡന്റുമാർക്കുള്ള ഒരു റോൾ അത് കൂടുതൽ ശക്തമായി തന്നെ നൽകണം എന്നതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ക്ഷണിതാവായി DCC അംഗങ്ങൾ, DCC അധ്യക്ഷന്മാർ എത്തുന്നതും അതിൽ അവരുടെ ഒരു തീരുമാനം, അവരുടെ താല്പര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു ഇടം കൂടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പലയിടത്തും തോൽവി പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ പാളിച്ചയാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് കരട് ധാരണയായിട്ടുള്ളത്. നാളെ ഇപ്പോൾ AICC സമ്മേളനത്തിൽ ഈ കാര്യത്തിലുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്യും. What happened in the meeting, sir? You are the only leader who can inform us. ഏതായാലും കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് ഇപ്പോൾ മടങ്ങുന്നത്. VD സതീശൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ മടങ്ങുകയാണ്. ഇപ്പോഴൊരു പ്രതികരണത്തിന് അവർ തയ്യാറായില്ല. ഒപ്പം തന്നെ 2025 പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടനാ വർഷമാണ്. അതായത് പാർട്ടിയുടെ വിവിധ തലങ്ങളെ, സംഘടനാ തലങ്ങളെ ഒരു പുനഃസംഘടന നടത്തുക. അതായത് PCCയിൽ സംസ്ഥാന തലത്തിലുള്ള PCCയിൽ അധ്യക്ഷന്മാർക്ക് മാറ്റം വരാം, അവിടെ നേതൃതലത്തിൽ മാറ്റങ്ങൾ വരാം, ഇപ്പോൾ DCCകളിലും മാറ്റം വരാം. അങ്ങനെ സമൂലമായ ഒരു സംഘടനയുടെ ഒരു പുനഃസംഘടന ഈ വർഷം നടക്കും എന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം കൂടി ഇതിൽ അവതരിപ്പിക്കപ്പെട്ടു. ഗുജറാത്ത് കഴിഞ്ഞ 30 വർഷക്കാലത്തെ BJP ഭരണത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നായി മാറിയിട്ടുണ്ട് എന്നൊരു പ്രമേയം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് ഇന്നത്തെ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പ്രതികരണം അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ ശശി തരൂർ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിന് ഏതായാലും ശശി തരൂരും തയ്യാറല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി പുറത്തു വരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് 4 മണിയോടെ സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം വൈകിട്ട് സബർമതി റിവർ ഫ്രണ്ടിൽ ചില കലാപരിപാടികൾ കൂടി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രമാണ് ഇന്നത്തെ ഇനിയുള്ള പരിപാടികൾ. അതിനുശേഷം നാളെയാണ് AICC സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്നത്. 64 വർഷങ്ങൾക്ക് ശേഷം, 6 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു AICC സമ്മേളനം ഗുജറാത്തിൽ വെച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് BJPയുടെ ഏറ്റവും കരുത്തുള്ള മേഖലയായി ഗുജറാത്ത് മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ തട്ടകമാണ്. അവിടെ പാർട്ടിയുടെ ഒരു റിവൈവൽ, ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം പാർട്ടി നടത്തുമ്പോൾ അത് ഇവിടെ നിന്ന് തുടങ്ങണം എന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ കൂടി നിർബന്ധമാണ്. അതാണ് ഈ ഇത്തരമൊരു യോഗം, വർക്കിംഗ് കമ്മിറ്റി അടക്കം ഇവിടെ വെച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയത്. ഏതായാലും യോഗത്തിൽ പ്രധാനമായി ഉണ്ടായത് സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്താം, മുന്നോട്ടുള്ള യാത്രയിൽ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നോട്ട് വരുന്നു. ഈ വർഷം അവസാനത്തോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലമാണ്. അതുകൊണ്ട് അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലൊക്കെ തന്നെയാണ് ചർച്ചകൾ നടന്നത്. ഒപ്പം ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. AICC ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ചുമതല പ്രിയങ്ക ഗാന്ധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പുകളടക്കം മുന്നോട്ട് വരുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല അടക്കമുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നേതാക്കൾ ഈ ഘട്ടത്തിൽ ഒന്നും വിട്ടുപറയാൻ തയ്യാറല്ല. വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിലായിരിക്കും കൂടുതൽ വ്യക്തത ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വരിക. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ഇതിലിപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും മനസ്സിലായി കഴിഞ്ഞു. സംഘടന ശക്തിപ്പെടുത്തുക, അതും ഗ്രാസ് റൂട്ടിൽ തന്നെ ശക്തിപ്പെടുത്തണം. നമ്മൾ 24-ാം പാർട്ടി കോൺഗ്രസിൽ CPIM-ലും കണ്ടത് ഇത് തന്നെയാണ്. ഓരോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ, അത് നേതാക്കളായി കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റു ചില കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുന്നു. ആ രീതിയിൽ പോയാൽ പോരാ. സംഘടന കൃത്യമായിട്ട് ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഏത് രീതിയിലായാലും, അതിപ്പോൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ജില്ലാ തലത്തിലായാലും ഏറ്റവും താഴെക്കിടയിൽ വരെ ആ രീതിയിലെ ശക്തിപ്പെടുത്താൻ കഴിയൂ. തെരഞ്ഞെടുപ്പ്
അടുത്ത് വരികയാണ്. അപ്പോൾ ആ ഒരു അലാം മുഴങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തവണ ചർച്ചയായിട്ടുള്ളതും. നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല, കാരണം ഇറ്റ്സ് ടു ഏർലി. അവർ ഇനിയിപ്പോൾ മാത്രമല്ല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ പവർ നൽകുക, അധികാരം നൽകുക എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം തന്നെ ഉണ്ടാകും. അത് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമ്മേളനം നടത്തുന്നത് എവിടെയാണെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ്. അപ്പോൾ BJPക്ക് അത്രയധികം വേരോട്ടമുള്ള ഒരു മണ്ണിലാണ് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സമ്മേളനം നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേശമാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി അറിയണമെന്നുണ്ട്.